വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. ഇന്നൊരു നവരാത്രി നിവേദ്യം തയ്യാറാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ സാബുദാന പായസമാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കാഷ്യൂ, റേസിൻസ്, സാബുദാന അരക്കപ്പ്, സേമിയ അരക്കപ്പ്, പാല് ഒരു 3.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡ്, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താം, ഇല്ലെങ്കിൽ വേണ്ട. ഏലക്ക പഞ്ചസാരയുടെ കൂടെ ഇട്ടിട്ട് പൊടിച്ചിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മറന്നിട്ടൊന്നുമില്ല. പിന്നത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് അറിയാം, നമ്മുടെ ഘീ മുഖ്യം. അങ്ങനെ ഘീയിൽ കാഷ്യൂസ് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വാട്ടി മാറ്റി വയ്ക്കുക. ശേഷം റൈസിൻസ് ഇട്ട് അതും നന്നായി ബേൾഡ് ചെയ്ത് വരില്ലേ, അപ്പോൾ അതിനെടുത്ത് മാറ്റി വയ്ക്കുക. ശേഷം സേമിയയും ഗോൾഡൻ കളറാകുന്നവരെ വാട്ടിയെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ സാബുദാന ഇതേ ഘീയിൽ തന്നെ വറുത്തെടുക്കാം. ആഡ് ചെയ്യാലോ. സേമിയ ഹാഫ് കപ്പ്, അതും കുറച്ചൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്ക് ആക്കി കൊടുക്കാം. പെട്ടെന്ന് നല്ല ഈസി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ, അത് പെട്ടെന്നാവും. ഇതും കുറച്ച് തോന്നുന്നു കേട്ടോ. ഇത് മതിയല്ലോ, ഈ ഒരു കളർ മതി. ഇനി ഇതിൽ കൂടുതൽ ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ മാറ്റുകയാണ്. അതിന് ശേഷം നമുക്ക് സാബുദാന ഇട്ട് കൊടുക്കാം, ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും ഹാഫ് കപ്പാണ്, നേരത്തെ പറഞ്ഞിരുന്നു. ഇതും നന്നായിട്ടൊന്ന് വാട്ടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വാട്ടിയിട്ടുണ്ട്. വാട്ടിയതിന് ശേഷം അങ്ങനെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് സംഗതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് വെച്ചു. കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സാബുദാന ഇവിടെ നന്നായിട്ട് ബോയിൽ ആകുന്നുണ്ട്. ഒരുവിധം സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും ഈക്വൽ പോർഷനാണ്, ഹാഫ് കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തി കുറച്ച് നേരം ഒന്ന് ബോയിൽ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. സാബുദാന ഒന്ന് ചെക്ക് ചെയ്യണം, കുറച്ചും കൂടെ ആകാനുണ്ട്. ആ സമയത്ത് നമുക്ക് പകുതി പാൽ ഒഴിച്ചു കൊടുക്കാം. 3.5 കപ്പ് പാലിൽ പകുതി പാലാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. അത് കഴിച്ച് കുറച്ച് നേരം നമ്മൾ സോട്ട് ചെയ്യും തോറും ആ സാബുദാന കുറച്ചും കൂടെ നന്നായി വെന്ത് നല്ല പേള് പോലെ ആയി വരും. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ പാൽ ഒഴിച്ചു കൊടുത്തപ്പോൾ ഇത് ആ സാബുദാന നല്ല ഒരു പേള് പോലെ ആയി വരുന്നുണ്ട്. ഈ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്ന സാബുദാന നല്ല പാകത്തിലായി കിട്ടും. നമുക്ക് ഏലക്ക പൊടിച്ചത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്ക ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നീടായാലും നമുക്കത് ഫ്ലേവർ കുറവാണെങ്കിൽ ലാസ്റ്റ് ആയാലും കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുത്ത് നമുക്കതൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലേക്ക് ആക്കാം. തിക്നെസ് കുറവാണ് വേണ്ടതെന്നുള്ളവർക്ക് പിന്നെയും പാലൊഴിച്ച് കൊടുക്കാം. ബാക്കി ഏലക്ക ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവർ എല്ലാം വന്നു തുടങ്ങി. ഇനി ഈ സമയത്ത് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് ആകുമ്പോൾ ഓപ്ഷണലാണ്. പായസം എല്ലാം സെറ്റായി. കാഷ്യൂസ് റേസിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 കാഷ്യൂ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ദേവിക്ക് വെക്കാം. കുറച്ച് നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി, നമുക്ക് ഇങ്ങനെ സ്പൂണൊക്കെ ഇട്ട് ഇങ്ങനെ കുടിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയാണത്. ഇതിലേക്ക് ഞാൻ അപ്പോൾ ഇതാ നമ്മുടെ പായസം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ഇടാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.